ഈ ഫോണിൽ നിങ്ങൾ കാണുന്നത് എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ സ്ക്രീൻ ടൈം ആണ്. 8 hours 35 minutes ഓൺ ആവറേജ്, ഡെയിലി ആവറേജ് ആണ്. അതായത് ഞാൻ 5 ദിവസം ഏകദേശം 42 മണിക്കൂർ ഫോണിൽ ചിലവഴിച്ചിട്ടുണ്ട്. ഒരു ദിവസം 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ 1/3 അല്ലേ? അപ്പോൾ പല ആളുകളും പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, സാറ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നു, XY മാനേജ് ചെയ്യുന്നു, എങ്ങനെയാണ് ഇത്ര പ്രൊഡക്റ്റീവ് ആവുന്നത് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ഫേസ് ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച കുറേ സമയം എൻ്റെ പ്രൊഡക്റ്റീവ് അല്ലാത്ത ഫേസ് ആയിരുന്നു. ഞാനിത് ഇവിടെ വെളിപ്പെടുത്താനുള്ള കാരണം എന്താ പറയുക നിങ്ങൾക്ക്, കാരണം നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഫോൺ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടൊരു സംഭവമായിരിക്കും. എനിക്കുമാണ്. ഞാനും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് കൊണ്ട്, കുറച്ച് എഴുതുന്നത് കൊണ്ട്, അതേപോലെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബ് ഉപയോഗിക്കുന്നത് കൊണ്ട്, വാട്സാപ്പിൽ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒക്കെ ഫോൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അതേ സമയം തന്നെ ഫോൺ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസും വരും. ഈ 8 മണിക്കൂർ ഡെയിലി ഞാൻ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടാണോ ഫോൺ ഉപയോഗിക്കുന്നത്? അല്ല. ഇതിൽ ഭൂരിഭാഗവും നിങ്ങൾ നോക്കിയാൽ ഇതിൽ വലിയൊരു ഭാഗം സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ്. അപ്പോൾ അതെന്തല്ല, അതൊട്ടും പ്രൊഡക്റ്റീവ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ അനുഭവിച്ച പ്രോബ്ലം നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും. ഈ പ്രോബ്ലം വേറെ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് എ പ്രോബ്ലം ഫോർ എവരി വൺ. നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രോബ്ലം അല്ല ഫോണിലൂടെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ച ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷോ ചെയ്യാൻ പോകുന്നത്, എനിക്ക് മുമ്പ് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പ്രൊഡക്റ്റീവ് അല്ല എന്നത്. നമ്മൾ വളരെയധികം എക്സോസ്റ്റഡ് ആവും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലെ? നിങ്ങൾക്ക് ഫോൺ ഡിസ്ട്രാക്റ്റഡ് ആയാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ വർക്കിന് ക്വാളിറ്റി ഉണ്ടാവില്ല, നമ്മുടെ പഠനത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന വർക്കിന് ക്വാളിറ്റി ഉണ്ടാവില്ല, നമ്മുടെ റിലേഷൻഷിപ്സിൽ വരെ പ്രശ്നങ്ങൾ വരും. കാരണം ഫോണിന്റെ അമിതമായ ഉപയോഗം, സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല, എനിക്കുള്ള പ്രശ്നമാണ്. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളൊന്ന് മോചനം നേടുക? അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി പഠിക്കുന്ന കുട്ടികളുടെ കാര്യം വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരു ഡൗൺ ടൈം ഉണ്ടാവും. പക്ഷെ അപ്സൈഡിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു കയറേണ്ടതുണ്ട്. ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അത് പ്രാക്ടിക്കലി ഞാൻ എന്താ ചെയ്യാറുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരും. പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പ്രോബ്ലി സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗെയിമിങ്ങിലോട്ട് പോകും. എന്തോ ആവാം. നമ്മളിവിടെ ഇതെങ്ങനെയാണ് ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കണം. ഫോൺ ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് നമ്മുടെ ഹാബിറ്റാണ് അല്ലെ? പല്ല് തേക്കുന്നത് പോലെ, നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ, നമ്മൾ റൂട്ടീനായി ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ഹാബിറ്റാണ്. ഈ ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാബിറ്റിന് 4 ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, the first thing is cue, the second thing is craving, third is response and fourth is reward. ഏതുപോലെ നമ്മൾ ഇരുന്ന് കാര്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ ഫോണിൽ നിന്ന് ടിങ് എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് അല്ലെ? നമ്മളെ അതിലോട്ട് വലിക്കുന്ന ഒരു കാര്യം. ആ സൗണ്ട് കേട്ടാൽ പിന്നെ നമുക്കൊരു ഇടങ്ങാറാ. എന്താ ചെയ്യേണ്ടത്? എന്താണ് ആ മെസ്സേജ്? അത് ഇൻസ്റ്റാഗ്രാം ആണോ, ഫേസ്ബുക്ക് ആണോ, യൂട്യൂബ് ആണോ, വാട്സാപ്പിൽ ഏതെങ്കിലും ഫ്രണ്ട് മെസ്സേജ് അയച്ചതാണോ? അപ്പോൾ നമുക്കൊരു ക്രേവിങ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടും. റെസ്പോണ്ടൻസ് എന്താ? നമ്മൾ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഹലോ എന്ന്. നമ്മൾ ഹായ് തിരിച്ചയക്കുന്നു. അപ്പൊ അപ്പുറത്ത് അവൻ ടൈപ്പിംഗ് ഇങ്ങനെ കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതെന്താ ടൈപ്പ് തീരാൻ വേണ്ടിയിട്ട് നമ്മളവിടെ, കാരണം നമ്മളെ പരമാവധി ഇതിൽ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് ഈ ആപ്പുകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ ആവശ്യമാണ്. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുന്നു, റൈറ്റ്? നമുക്കൊരു റിവാർഡ് എന്താ കിട്ടുന്നത്? ഇതാണ് നമ്മുടെ റെസ്പോൺസ്. റിവാർഡ് എന്താ കിട്ടുന്നത്? ഒരു സന്തോഷം അല്ലെ? അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം. അതെന്താ എന്ന് അറിഞ്ഞല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യായിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് കിട്ടുന്നില്ല. കിട്ടാത്ത സമയത്ത് ദർ ഇസ് എ ക്യൂ. ആ ക്യൂ എന്താണ്? ആകെ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ എന്ത് വേണം? ഒരു റിലാക്സേഷൻ വേണം. അതിനുവേണ്ടി നമ്മൾ ഫോൺ എടുക്കുന്നു. അതാണ് നമ്മുടെ ക്യൂ. നമ്മുടെ മനസ്സിലൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ ക്രേവിംഗ് എന്താണ്? അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ വേണം എന്നുള്ളതാണ് ക്രേവിംഗ്. റെസ്പോൺസ് എന്താ? നമ്മൾ ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു. ചിലപ്പോൾ ഒരു 5 റീല് കാണാനായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു 50 റീലായാലും നമ്മൾ നിർത്താത്ത രീതിയിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റിവാർഡ് എന്താ? ആ പ്രോബ്ലത്തിൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഉള്ളിലുള്ളൊരു മനസ്സമാധാനം. അതാണ് അവിടുത്തെ റിവാർഡ് എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ഹാബിറ്റ് ലൂപ്സ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഫോണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 5 പോയിന്റ്സ് ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഫോണിന്റെ കാര്യത്തിൽ ക്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂസ് എന്തെല്ലാമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടത്. അത് നമ്മൾ മെല്ലെ ഒന്നിരുന്ന് ആലോചിച്ചാൽ നിങ്ങളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോബ്ലി നിങ്ങൾ ഇതിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ എഴുതിക്കോളൂ. എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നത്? 1, ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോഴായിരിക്കും. 2, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹാർഡ് പ്രോബ്ലം ചെയ്ത് കുറച്ച് സമയം നിങ്ങളുടെ മൈൻഡ് എന്തായി കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയി, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 3, ചിലപ്പോൾ വെറുതെ എടുക്കുന്ന
പെട്ടെന്നുണ്ടാവും. ഫോൺ ഇങ്ങനെ അപ്പുറത്തിരിക്കുന്നു അല്ലെ, അപ്പൊ നമ്മൾ വെറുതെ നമ്മുടെ കൈ അവിടേക്ക് പോകുന്നു, എടുക്കുന്നു, ഇങ്ങനെ ഉണ്ടാവാം. 4 ചിലപ്പോൾ നമ്മൾ ഗെയിമിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം. 5 നമ്മൾ ചിലപ്പോൾ വീഡിയോ ക്ലാസ്സസ് കാണുമായിരിക്കും, നമ്മൾ ഫോൺ ഉപയോഗിച്ച് പഠിക്കായിരിക്കും, സൂമിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അപ്പൊ നമ്മൾ ബോറടിക്കുമ്പോൾ പ്രോബ്ലി നമ്മൾ യൂട്യൂബിലെ മറ്റു കാര്യങ്ങളിലോട്ട്, മറ്റ് വീഡിയോസിലോട്ട്, ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ക്യൂസ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ എഴുതി വെക്കുക. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളുടെ ക്യൂസ് എന്നുള്ളത്. ഈ ക്യൂസ് ഐഡന്റിഫൈ ചെയ്താൽ ഈ ഹാബിറ്റ് ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്ന കാര്യമാണ്. ഒന്നാമത് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്ന കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. പല ആപ്പുകളും നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? അത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് എന്നുള്ളതാണ്. ഈ ക്യൂ എന്ന് പറയുന്ന സംഭവം വളരെ ഈസിയാണ് അല്ലെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്ക് എടുക്കുന്നു. ഫേസ്ബുക്ക് തുറന്നാൽ തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് സംഭവങ്ങൾ വരും. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇതാ ഞാൻ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഞാൻ അതിൽ നിന്ന് ഒരുപാട് സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഞാനിതാ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നിങ്ങളും അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ആപ്പ് ഞാനിതാ ഡിലീറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആപ്പും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ആപ്പും ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്താൽ എന്താന്ന് വെച്ചാൽ പിന്നെ എനിക്ക് വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിതാ ഫേസ്ബുക്കിലോട്ട് എനിക്ക് പോകാം. പക്ഷേ ഇനി ഫേസ്ബുക്കിലോട്ട് പോകുമ്പോൾ പ്രോബ്ലം ഞാനൊരു ബ്രൗസർ തുറന്നിട്ട് വേണം ഞാൻ ഫേസ്ബുക്കിലോട്ട് പോകാൻ. ഇങ്ങനെ ഫേസ്ബുക്കിലോട്ട് പോകുമ്പോൾ ഇതാ എനിക്ക് യൂസർ നെയിമും പാസ്വേഡും എന്നോട് ചോദിക്കും അല്ലെ. ഈ യൂസർ നെയിം പാസ്വേഡും ചോദിക്കുമ്പോൾ യൂസർ നെയിം പാസ്വേഡും അടിച്ചിട്ട് വേണമല്ലോ കയറാൻ. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ യൂസേജ് എന്നുള്ളത് കുറച്ചധികം കുറയാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗൂഗിളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വലിയൊരു പാത്രത്തിൽ ക്യാൻഡീസ് വെച്ചിരുന്നു, ഒരു ഗ്ലാസ് ജാറിൽ വെച്ചിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ ജീരകമുട്ട എടുക്കുന്ന പോലെ എല്ലാവരും ആ ക്യാൻഡീസ് എടുത്ത് പോകും. ഓക്കെ, ദിവസം ഒരു 30,000 എണ്ണൊക്കെ ചിലവാകും. അപ്പൊ അതിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തി ആ ക്യാൻഡീസ് ചിലവാകുന്നത് 30,000-ൽ നിന്ന് ഒരു 10,000-ലോട്ട് കുറഞ്ഞു. എന്താ മാറ്റം എന്ന് അറിയോ? ആ ഗ്ലാസ് ജാറിന് ചെറിയൊരു ലിഡ് വെച്ചു. അപ്പൊ മൂടി തുറന്നെടുക്കണ്ടേ? മൂടി തുറന്നെടുക്കുക എന്നുള്ളത് എന്താണ്, ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതേപോലെ നമ്മുടെ ഹാബിറ്റ്സിന്, നമ്മുടെ ബാഡ് ഹാബിറ്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിന് നമ്മളൊരു മറ നമ്മൾ സൃഷ്ടിക്കണം. ഇത് ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യം പറഞ്ഞു. ഈ പാസ്വേഡ് എന്നുള്ളത് അതിന് പറ്റിയൊരു മറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ സൃഷ്ടിക്കുക. ഫോൺ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. ഓൺ ആക്കിയിട്ട് വേണ്ടേ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കാൻ അല്ലെ? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, റൈറ്റ്? അതേപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഫോൺ നമ്മൾ കുറച്ച് അകലേക്ക് വെക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ പലതും നമുക്ക് അത്രത്തോളം ആവശ്യമുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഒന്നാമത്തേതുള്ളൂ. രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫോറസ്റ്റ് പോലെയുള്ള ചില പ്രൊഡക്ടിവിറ്റി ആപ്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട്, റൈറ്റ്? രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോണിൽ തന്നെ 2 തരത്തിലുള്ള സെറ്റിങ്സ് ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒന്ന്, നമ്മുടെ ഫോണ് ആൻഡ്രോയിഡ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫോണ് ഐഫോൺ ആവട്ടെ, നമുക്ക് നമ്മുടെ സ്ക്രീൻ ടൈം നമുക്ക് ആക്ച്വലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും, റൈറ്റ്? ഇപ്പോൾ സ്ക്രീൻ ടൈമിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺ ടൈം ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 10 മണി മുതൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഫോൺ യൂസേജ് പാടില്ല എന്നുള്ള ഡൗൺ ടൈം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഓരോ ആപ്പിനും ഞാൻ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, വാട്സാപ്പ് ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എവറി ഡേ 2 hours ആണ് വാട്സാപ്പിനുള്ള മാക്സിമം ലിമിറ്റ്. ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം രണ്ടിനും കൂടി മാക്സിമം 1 hour ആണ് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എൻ്റെ പല ആപ്സിനും എന്റർടൈൻമെന്റ്, ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, എഡ്യൂക്കേഷൻ, ഈ ആപ്പിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം ആപ്പുകൾ ഇത് ഐഫോണിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡിലും ഇത്തരം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇനി രണ്ടാമതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഫോറസ്റ്റ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഫോറസ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഞാൻ മുമ്പ് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 300 രൂപ എന്തോ കൊടുത്ത് ലൈഫ് ടൈം വാങ്ങിയതാണ്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതാ നോക്കൂ, പ്ലാന്റ് ട്രീ. അപ്പൊ നമുക്കൊരു സമയം ഫിക്സ് ചെയ്യാൻ പറ്റും. 15 മിനിറ്റ്, 20 മിനിറ്റ്, 25 മിനിറ്റ് ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു 10 മിനിറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ട് ഞാൻ ദ പ്ലാന്റ് ട്രീ എന്ന് കൊടുത്താൽ, റൈറ്റ്, ഒരു മരം ഇങ്ങനെ വളരാൻ തുടങ്ങും. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മരം തളർന്നു പോകും, വാടി തളർന്നു പോകും. അപ്പൊ ഇതൊരു ആക്ച്വലി ഒരു വിർച്വൽ മരമാണ്. പക്ഷെ എന്നാലും
നമ്മുടെ ഒരു ഫോറസ്റ്റിലുള്ള ഒരു മരം വാടി തളരുക എന്നുള്ള ബുദ്ധിമുട്ടാണല്ലോ, റൈറ്റ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ ഇയർ ലോങ് ഞാൻ നട്ട മരങ്ങളാണിത്. നിങ്ങൾ നോക്കൂ, ഒരുപാട് മരങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പൊ ഇതാവുമ്പോൾ ഈ ഫോറസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിലെ മറ്റ് ആപ്പുകളൊന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ ഇത്തരത്തിൽ വേറെ ആപ്പുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, റൈറ്റ്? അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം എന്നുള്ളത്. ഇനി 3 കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഹാവ് എൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ഹാബിറ്റ്, നല്ല ഹാബിറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിംഗ് ആവാം, നിങ്ങളുടെ പാരന്റ് ആവാം, ആരും ആവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അമ്മയുമായിട്ട് നിങ്ങളൊരു കരാറിലെത്തുക, എനിക്ക് ഇന്ന് ഒരു അരമണിക്കൂർ മാക്സിമം ഫോൺ ഉപയോഗിച്ചാൽ മതി, മാക്സിമം അരമണിക്കൂർ ഉപയോഗിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും നിന്റെ ആവശ്യങ്ങൾ തീരാൻ വേണ്ടി അരമണിക്കൂർ ഉപയോഗിച്ചാൽ മതി. ബാക്കി സമയം ഫോൺ ആർക്ക് കൊടുക്കും? ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ, 30 മിനിറ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പണിഷ്മെന്റ് വെക്കുക. ഒരു പണിഷ്മെന്റ് വെക്കുക. ഈ 30 മിനിറ്റിൽ താഴെ ആയി കഴിഞ്ഞാൽ പ്രോബ്ലി റിവാർഡ് വെക്കാം, അല്ലെ? ചിലപ്പോൾ ഒരു ഉണ്ണിയപ്പം നമുക്ക് എക്സ്ട്രാ തരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പഴംപൊരി എക്സ്ട്രാ തരാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് നമുക്ക് ഇങ്ങോട്ട് തരാം. ഇനി നമ്മൾ എക്സ്ട്രാ നമ്മൾ ഉപയോഗിച്ചാലോ നമുക്ക് ഒരു പണിഷ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാത്രിയിലെ പാത്രമൊക്കെ നമ്മൾ കഴുകും എന്നുള്ളത് ആദ്യം അമ്മയുമായിട്ട് നമ്മളൊരു അഗ്രിമെന്റിൽ വെക്കുക. അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ചൂലെടുത്ത് വീടിന്റെ മുറ്റം ഫുള്ള് അടിച്ചു വാരും എന്നുള്ള, അല്ലെ? നല്ല രസമുള്ള അഗ്രിമെന്റ് അല്ലേ? ഇത്തരം അഗ്രിമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇത്ര രസകരമായിട്ടുള്ള ഒരു അഗ്രിമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഫോൺ യൂസ് കുറക്കാൻ വേണ്ടി. കാരണം നമ്മൾ വാട്ട് എവർ ഈസ് റിവാർഡഡ് ഈസ് റിപ്പീറ്റഡ്. റിവാർഡ് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. വാട്ട് എവർ ഈസ് പണിഷ്ഡ് ഈസ് അവോയ്ഡഡ്. നമുക്ക് പണിഷ്മെന്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. നാലാമത്തെ കാര്യം, നമ്മൾ സ്വയം റിവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോബ്ലി നമുക്കൊരു 1 മണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഫോൺ ഉപയോഗിക്കാം, അല്ലെ? നമുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കാണാം. ഈ 5 മിനിറ്റ് നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറുടെ ഒരു അനുമതിയോടുകൂടി ഡോക്യുമെന്റഡ് ആയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഈ രീതിയിൽ നമ്മളൊരു ഷോർട്ട് ബേഴ്സ് നമ്മൾ നന്നായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിവാർഡായിട്ട് മേ ബി ഫോണിൽ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ ഫോണിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആ ഒരു സമയം ഒരു 5 മിനിറ്റ് യൂസ് ചെയ്യാം. ഈ 5 മിനിറ്റ് കൂടാതിരിക്കാൻ വേണ്ടി ഈ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറുടെ ഹെൽപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം എന്നുള്ളത്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എൻവയോൺമെന്റ് മാറ്റേഴ്സ്. നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. മോട്ടിവേഷൻ വിൽ ഡൈ ഡൗൺ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം, ബട്ട് വാട്ട് മാറ്റേഴ്സ് ഈസ് എൻവയോൺമെന്റ്. ഏതുപോലെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി നമ്മുടെ ഒരു കുഞ്ഞനിയനോ അനിയത്തിയുണ്ട്, ട്രോളിയിൽ അവരെ ഇരുത്തിയിട്ടുണ്ട്. സാധനമൊക്കെ എടുത്ത് നമ്മൾ കാഷ്യറിന്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് അവിടെ പോവുകയാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് ആ കാഷ്യറിന്റെ അടുത്ത് ക്യൂ നിൽക്കുമ്പോൾ അവിടെ കുറേ ചെറിയ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാവും. എന്താണ്? ചെറിയ ടോയ്സ്, ആ കുട്ടിയുടെ കയ്യിൽ എത്തിയെടുക്കാവുന്ന ടോയ്സ്. അതേപോലെ തന്നെ അവിടെ കുറച്ച് സ്നിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരു ആവശ്യമില്ലെങ്കിലും നമ്മൾ ആ ചോക്ലേറ്റ്സ് വാങ്ങും. അല്ലെങ്കിൽ ആ കുട്ടി ഒരു 100 രൂപയുടെ ടോയ് എടുക്കും, കുട്ടി വാശി പിടിക്കും, നമ്മളൊന്നും പറയില്ല, അത് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. കാരണം എന്താ? എൻവയോൺമെന്റ് മാറ്റേഴ്സ്. നമ്മളത് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫോണിന്റെ ഡിസ്ട്രാക്ഷൻസ് ഫ്രീ ആവാനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഫോൺ ഞാൻ വളരെ ഡിസ്റ്റന്റ് ആയിട്ട് ദൂരെ എനിക്ക് കൊണ്ടുവെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈസിലി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമുക്ക് നോട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ആക്കി ഇടാം. അതേപോലെ തന്നെ ഒരു നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ നമുക്ക് ഫോൺ ഫിക്സ് ചെയ്യാം. പലപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ ഇത് കയ്യിലെടുക്കുന്ന പ്രശ്നം. കയ്യിലെടുത്താൽ പിന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോപ്പർലി ഉപയോഗിക്കാൻ പറ്റും. അത് നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ലിസ്റ്റ് ജേർണൽ ചെയ്യാം. അതായത് എൻ്റെ ക്യൂസ് ഇന്നതാണ്, അതായത് എനിക്ക് മാത്സ് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുമ്പോഴാണ്, ഞാൻ ബോർ അടിക്കുമ്പോഴാണ് ഫോൺ ഉപയോഗിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം ചെയ്യാവുന്ന ഒരു 5 കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ ഒരു 10 ബ്രീത്ത് എടുക്കും, അല്ലെങ്കിൽ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസിനോട് ഞാൻ പോയി ഒരു 2 മിനിറ്റ് സംസാരിച്ച് വരും. ആ ഫോൺ ഉപയോഗത്തിന് പകരം വെക്കാവുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ളൊരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോൺ യൂസേജിലും മറ്റൊക്കെ ഇതുമൂലം മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളത് സംശയമില്ല. ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾ ജേർണൽ ചെയ്യുക. ഈ കമന്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്, നിങ്ങളുടെ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റിക്കുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഞാൻ അത്ര ഫോൺ അധികം ഉപയോഗിക്കുന്ന ആളല്ല എന്നുള്ളൊരു ഐഡന്റിറ്റി നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള റീഇൻഫോഴ്സ്മെന്റ് കൂടിയാണ് ഈ കമന്റ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാവർക്കുള്ള പ്രശ്നമാണ്. ഇതിൽ നിന്ന് ആരും ഒഴിവല്ല. ഇന്നത്തെ കാലത്ത്, പുതിയ കാലത്ത് ന്യൂ ജെൻ ആയ ആളുകളായാലും ഓൾഡ് ജെൻ ആയ ആളുകളായാലും എന്നെ പോലത്തെ ഒരു മിഡിൽ ജെൻ ആയിട്ടുള്ള ആളുകൾ ആരായാലും ഇതിൽ നിന്നും ഒഴിവല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴികൾ സ്വീകരിക്കാനുള്ള ഒരു ആത്മാർത്ഥതയാണ്
അതിനുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ ഒരു ഹാബിറ്റ് ലൂപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫോൺ ഉപയോഗം കുറക്കാൻ നമുക്ക് സാധിക്കും, യാതൊരു സംശയവും വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം പ്രൊഡക്ടിവിറ്റിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിത് പറഞ്ഞത് ഞാനും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്തെല്ലാമാണ് പ്രാക്ടിക്കലി എടുക്കുന്ന സ്റ്റെപ്സ് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.